നമസ്കാരം, തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. ഇന്ത്യൻ റെയിൽവേയിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് വിവിധ സോണുകളിലേക്കായി ഗ്രൂപ്പ് ഡി ലെവൽ 1 തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആകെ 22,195 ഒഴിവുകളിലേക്കാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് RRBയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളുടെ വിവരങ്ങൾ: ട്രാക്ക് മെയിൻ്റനർ ഗ്രേഡ് 4, പോയിന്റ്സ്മാൻ ബി അസിസ്റ്റന്റ്, ട്രാക്ക് മെഷീൻ അസിസ്റ്റന്റ്, ബ്രിഡ്ജ് അസിസ്റ്റന്റ്, സിഗ്നൽ ആൻഡ് ടെലികോം തുടങ്ങിയ വിവിധ ലെവൽ 1 തസ്തികകളിലേക്കാണ് നിയമനം നടക്കുന്നത്. രാജ്യത്തെ വിവിധ റെയിൽവേ സോണുകളിലായിട്ടാണ് ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വിദ്യാഭ്യാസ യോഗ്യത: അംഗീകൃത ബോർഡിൽ നിന്ന് 10ാം ക്ലാസ് പാസ്സായവർക്ക് ഈ തസ്തികകളിലേക്ക് അപേക്ഷിക്കാം. 10ാം ക്ലാസ്സിന് പുറമെ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും മുൻഗണന ലഭിക്കും. 2026 ജനുവരി 1 കണക്കനുസരിച്ച് ഉദ്യോഗാർത്ഥികൾക്ക് കുറഞ്ഞത് 18 വയസ്സും പരമാവധി 33 വയസ്സുമായിരിക്കണം പ്രായപരിധി. എന്നിരുന്നാലും സംവരണ വിഭാഗങ്ങളിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സർക്കാർ നിയമപ്രകാരമുള്ള പ്രായപരിധി ഇളവുകൾ ലഭിക്കുന്നതാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ 4 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയുണ്ടായിരിക്കും. കായികക്ഷമതാ പരീക്ഷ, രേഖാമൂലമുള്ള പരിശോധന, വൈദ്യപരിശോധന, ഇങ്ങനെ 4 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അപേക്ഷാ ഫീസ്: ജനറൽ OBC വിഭാഗക്കാർക്ക് 500 രൂപയാണ്. SC, ST, EBC, സ്ത്രീകൾ, ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്ക് 250 രൂപയാണ്. പരീക്ഷയിൽ പങ്കെടുക്കുന്നവർക്ക് നിശ്ചിത തുക അപേക്ഷാ ഫീസിൽ നിന്നും തിരികെ ലഭിക്കുന്നതാണ്. പ്രധാന തീയതികൾ: അപേക്ഷ ആരംഭിച്ചത് 2025 ജനുവരി 31-നാണ്. അപേക്ഷിക്കാനുള്ള അവസാന തീയതി 2026 മാർച്ച് 2. ഫീസ് അടയ്ക്കാനുള്ള അവസാന തീയതി 2026 മാർച്ച് 4. എങ്ങനെയാണ് അപേക്ഷിക്കുന്നത് നോക്കാം. താല്പര്യമുള്ളവർ RRBയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിക്കുക. അതിൽ ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യണം. വ്യക്തിഗത വിവരങ്ങളും വിദ്യാഭ്യാസ യോഗ്യതകളും നൽകി രജിസ്റ്റർ ചെയ്ത ശേഷം അപേക്ഷാ ഫീസ് അടച്ച് ഫോം സബ്മിറ്റ് ചെയ്യാം. പരീക്ഷാ തീയതി പിന്നീട് ഔദ്യോഗികമായി അറിയിക്കുന്നതാണ്. അവസാന നിമിഷത്തെ തിരക്ക് ഒഴിവാക്കാൻ ഉദ്യോഗാർത്ഥികൾ എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുക. കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ്